ഇല്ല, അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നേരത്തെ എൻ്റെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് അവകാശവാദം ഞാനിതുവരെ ഉന്നയിച്ചിട്ടില്ല. MLA ആയി മത്സരിക്കണമെന്നുള്ള ഒരു താല്പര്യവും പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടില്ല, അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചതാണ്, നിയമസഭ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയാണ്. നിയമസഭാ നിയോജകമണ്ഡലത്തിൽ വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ല. പക്ഷേ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ MPമാരുമായി അഭിപ്രായം തേടാറുണ്ട്. അത് ആദ്യമായിട്ടല്ല. മുൻകാലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് MPമാരോട് അവരുടെ നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അഭിപ്രായം തേടിയിട്ടുണ്ട്. MPമാർ ആ നിയോജകമണ്ഡലത്തിൽ നിന്ന് പുറത്ത് ആണ്, അവരുടെ സ്വന്തം ജില്ല ആ നിയോജകമണ്ഡലത്തിന് പുറത്താണെങ്കിൽ ആ ജില്ലയിലെ പൊതു സ്വഭാവവും അവിടുത്തെ സാധ്യതകളും ഒക്കെ തന്നെ സ്ക്രീനിങ് കമ്മിറ്റി ആരായുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണയും ശ്രീ മസൂദ് മിസ്ത്രി ചെയർമാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി MPമാരുമായി സിറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് 2 ദിവസം അദ്ദേഹം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ഓഫീസിൽ വരികയും കോൺഗ്രസ് MPമാരെ കാണാൻ സമയം അനുവദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി MPമാർ അദ്ദേഹത്തെ കാണുകയുണ്ടായി. എനിക്ക് ആ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. അന്ന് പ്രക്ഷുബ്ധമായ പാർലമെൻറ്റ് സമ്മേളനവും സ്പീക്കറുടെ അവിശ്വാസവും അതുപോലെ തന്നെ മറ്റ് മീറ്റിങ്ങുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ കാണാൻ ശ്രമിച്ചുവെങ്കിലും ഞാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം മറ്റ് MPമാരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പാർലമെൻ്ററി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്ത് പോവുകയും പിന്നെ വീണ്ടും അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം സമയം അവസാനിച്ച് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെയും ഇന്നുമായി അദ്ദേഹം വീണ്ടും 2 ദിവസം കേരളത്തിൽ നിന്നുള്ള MPമാരെ കാണാൻ തയ്യാറാകുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിയാത്ത MPമാർക്ക് കാണാനുള്ള അവസരം നൽകുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് അത് MPമാരെ കാണും. ഇന്ന് എനിക്ക് 11 മണിക്ക് അദ്ദേഹത്തെ കാണാനുള്ള സമയം നൽകിയിട്ടുണ്ട്. 11 മണിക്ക് ഞാൻ ചെന്നിട്ട് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ സാധ്യതകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുന്നതാണ്. സിറ്റിംഗ് MLAമാർ മത്സരിക്കുക എന്നൊരു പൊതുധാരണയും അത് സ്ക്രീനിംഗ് കമ്മിറ്റി അത്തരത്തിലെത്തിക്കും. ഇപ്പോൾ താങ്കളുടെ മണ്ഡലത്തിൽ സിറ്റിംഗ് MLAമാർ മത്സരിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിരുദ്ധ അഭിപ്രായമുണ്ടോ? അല്ല, എൻ്റെ മണ്ഡലത്തിൽ സിറ്റിംഗ് MLAമാരും ഇല്ല, 0 ആണ്. കാരണം ഞാനെപ്പോഴും മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കുന്നത് MLAമാരില്ലാത്ത ഒരു മണ്ഡലത്തിൽ നിന്നാണ് ജയിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം MLAമാരില്ലായിരുന്നു, ഇപ്രാവശ്യം MLAമാരില്ലാത്ത ഒരു മണ്ഡലമായിരുന്നു. താങ്കൾ ഇതുപോലെ MLAമാരില്ലാത്ത സ്ഥലത്ത് MP ആവുന്നു, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു MLA മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടോ? ഇല്ല, അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നേരത്തെ എൻ്റെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് അവകാശവാദം ഞാനിതുവരെ ഉന്നയിച്ചിട്ടില്ല. MLA ആയി മത്സരിക്കണമെന്നുള്ള ഒരു താല്പര്യവും പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടില്ല, അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചതാണ്, നിയമസഭ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയാണ്. നിയമസഭാ നിയോജകമണ്ഡലത്തിൽ വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ല. പക്ഷേ പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഒരു ചോദ്യം കൂടി, കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഉദാഹരണമായിട്ട് AK ആന്റണി മത്സരിക്കുമ്പോഴും അത് കഴിഞ്ഞ ശേഷം ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോഴും അതിനുശേഷം K സുധാകരൻ മത്സരിക്കുമ്പോഴും ഒക്കെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായിട്ട് മറ്റൊരു ഏൽപ്പിക്കാറുണ്ട്. ഇതൊരു കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ നടപടിക്രമമാണ്. ഈ തവണ അങ്ങനെ ഒരു സാധനം നിലവിലുള്ള KPCC പ്രസിഡന്റ് മത്സരിക്കുകയാണെങ്കിൽ ചുമതല മറ്റാർക്ക് നൽകുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കോൺഗ്രസിലുള്ളത്. ഈ തവണയും അത് സംബന്ധിച്ച് ആ മാതൃക പിന്തുടരണമെന്നാണോ അഭിപ്രായം? ഇല്ല, അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. മാത്രമല്ല, അത് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി പ്രസിഡന്റുമാർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടി ചുമതലകൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതുവരെ, ഇലക്ഷൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോളിംഗ് തീരുന്നത് വരെ മറ്റാർക്കെങ്കിലും സീനിയർ നേതാക്കൾക്ക് ചുമതല കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അതെല്ലാം ഹൈക്കമാൻഡ് എടുക്കുന്ന ആ കീഴ്വഴക്കമെല്ലാം
ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ്. ഇത്തവണയും ഹൈക്കമാൻഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷെ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമോ എടുക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല. ഈ സ്ഥാനാർത്ഥിത്വവും അധ്യക്ഷപദവും ഒരുമിച്ച് വഹിക്കുമ്പോൾ അത് ഈ ഏകോപനത്തെ, പ്രത്യേകിച്ച് ഇതൊരു സുപ്രധാന തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോൾ, ഏകോപനത്തെ ബാധിക്കുമെന്നുള്ള ആശങ്ക താങ്കൾക്കുണ്ട്? അല്ല, അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് ഞാനല്ല. കാരണം ഇത്തരം പാർട്ടിയുടെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളാണ്, അവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന തീരുമാനമാണ്. അതിൽ ഞാനല്ല അഭിപ്രായം പറയേണ്ടത്, പാർട്ടി ദേശീയ നേതൃത്വമാണ് അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾ പാർട്ടി ദേശീയ നേതൃത്വത്തോട് ചോദിച്ചാൽ അവരാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. നിങ്ങൾ അവരെ കാണുക. എനിക്ക് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയാൻ ഞാൻ അങ്ങനെയുള്ള അധികാരമൊന്നും എനിക്കില്ല. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കമാൻഡിനെ ബന്ധപ്പെടുക.